ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ നോക്കാം. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ 2 വട്ടം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് 10/10 ആണ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഫുഡ് അത്രയും അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോൾ എനിക്ക് 9 പോയിൻ്റാണ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത്. കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം പോയ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് ജ്യൂസ്, കട്ട് ഫ്രൂട്ട്സും പിന്നെ 2 സ്നാക്ക് ഐറ്റംസും തരിക്കഞ്ഞിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ ബുഫേയിൽ ഉണ്ടായിരുന്ന ഐറ്റംസ്: അപ്പം, നാൻ, പൊറോട്ട, നല്ല അടിപൊളി മട്ടൻ കറി, ഒരു രക്ഷയില്ലാത്ത മട്ടൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ 2 വെജ് കറി ഉണ്ടായിരുന്നു, പനീറും ദാൽ ഫ്രൈയും. അതേപോലെ ഹൈദരാബാദി ബിരിയാണി, അതിൻ്റെ മസാല സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 2 ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈയും 1 ടൈപ്പ് ഓഫ് ബീഫ് ഫ്രൈയും പിന്നെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മട്ടൻ കറി തന്നെയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു മട്ടൻ കറിയായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഈ ഒരു മട്ടൻ കറിയുടെ ഫാനായിപ്പോയി ഞാൻ. ആ ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ രണ്ടാമതും പോകാനുള്ള റീസൺ ഉണ്ടായത്. എന്തായാലും ഇതൊക്കെയാണ് ബാക്കിയുള്ള ഡിഷസ്. പിന്നെ ഞാൻ 2 ഡിഷസ് ഇവിടെ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ആ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്ന ഡിഷസ് ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, ഞാൻ അറ്റാച്ച് ചെയ്യാൻ വിട്ടുപോയത് 2 സാധനങ്ങളാണ് ഇത് കേട്ടോ. ഫ്രൈഡ് റൈസും ഗീ റൈസും പിന്നെ ഈ ഒരു തരിക്കഞ്ഞിയും ഈ ഒരു എന്തോ ഒരു ഡിഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു ബീഫ് ഫ്രൈയും ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയപ്പോൾ തരിക്കഞ്ഞിയും കട്ട് ഫ്രൂട്ട്സും അതേപോലെ സ്നാക്സും സെയിം വാട്ടർ മെലൺ ജ്യൂസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പോരായ്മ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവരൊരു 5-6 അപ്പം ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ മാവ് അങ്ങോട്ട് പരുവായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെരി ഫ്ലാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയത്തേക്ക്. പിന്നെ ബാക്കി കറികളും സംഭവങ്ങളും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. പതിവ് പോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത്തവണ അവർ മട്ടൻ കറിക്ക് പകരം ചിക്കൻ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറിയും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചിക്കൻ ഫ്രൈ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ പറഞ്ഞ ആ മാവ് അപ്പം പരുവാവാത്തത് കൊണ്ട് തന്നെ അവരത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് ആയതിന് ശേഷം അവർ കുറച്ച് അപ്പം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് റീഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പരുവില്ലാത്ത മാവ് എങ്ങനെയെങ്കിലുമൊക്കെ കുഴച്ചടിച്ച് അവിടെ കൊണ്ട് വെക്കാതെ അവർ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കുമല്ലോ രണ്ടാമത് കുക്ക് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.